ആരാ നിങ്ങൾ? വിടാൻ. അയ്യോ വിടടാ. അയ്യോ എന്റെ മോനെ. അയ്യോ അയ്യോ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ ഡാഡി. അയ്യോ സന്ദീപേ മോനെ. അയ്യോ ഡാഡി. അയ്യോ എന്റെ മോനെ. അയ്യോ സന്ദീപേ സന്ദീപേ. അയ്യോ എന്റെ പൊന്നു മോനെ. ഡാഡി അയ്യോ വണ്ടി കയറാം. അമ്മ എന്റെ മോൻ സന്ദീപേ. അയ്യോ സന്ദീപേ. അയ്യോ എന്റെ മോനെ. അമ്മ എന്റെ മോനെ കൊണ്ടുപോകല്ലേ. എന്റെ മോൻ ആരെ കൊണ്ടുപോകുന്നു? സന്ദീപേ. അമ്മേടി എന്താ ഇത്? അയ്യോ എന്റെ മോൻ തമ്പി. എന്റെ മോനെ വിളിക്കേ. അയ്യോ എന്താ ചെയ്യാ? ഇവരൊക്കെ ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രീകളെ. സന്ദീപേ എന്റെ മോനെ. എന്റെ മോനെ. അമ്മ അമ്മ എന്റെ മോൻ. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ നീ അങ്ങോട്ട് ഈ രാത്രിയില്? എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് അത്യാവശ്യമാണെങ്കിലും നീ രാത്രിയിൽ എങ്ങോട്ടും പോകുന്നില്ല. അതെ, ഈ അസമയത്ത് ഇനി നിന്നെ രാത്രിയിൽ എങ്ങോട്ടേക്കും വിടുന്നില്ല. നിങ്ങൾ എന്നെ വെറുതെ തടയാൻ നോക്കല്ലേ. എനിക്ക് പോയേ പറ്റൂ. പോകുന്നതിന് മുമ്പ് നീ കാര്യം എന്താണെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ വിടണോ വേണ്ടയോ എന്നും. കാര്യം എന്താണെന്ന് അച്ഛൻ അറിയില്ലേ? ദേവൂട്ടേച്ചിയുടെ കാര്യത്തിന് വേണ്ടിയാ ഞാൻ പോകുന്നേ. അവിടുത്തെ കാര്യത്തിന് നീ രാത്രിയിൽ പോയെന്നും വേണ്ട. നാളെ ഗഗനുമായിട്ട് അവളുടെ മഞ്ഞൾ കല്യാണം തീരുമാനിച്ചിരിക്കുക. ഗഗനുമായിട്ടുള്ള കല്യാണം നടക്കണമെന്നല്ലേ നീയും ആഗ്രഹിക്കുന്നത്? അല്ല, അയാളുമായിട്ട് ഒരിക്കലും ദേവു ചേച്ചിയുടെ കല്യാണം നടക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അത് നടന്ന ദേവു ചേച്ചിയുടെ ജീവിതം അപകടത്തിലാവും. അപകടോ? എന്തപകടം? നീ എന്തൊക്കെ പറയുന്നേ? ഞാനെന്താ പറഞ്ഞതെന്ന് അച്ഛന് മനസ്സിലായില്ലല്ലേ? അച്ഛനും കൂടി ചേർന്നിട്ടാ ഈ ചതി നടക്കുന്നതെന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. ദേവു ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നതിൽ അച്ഛന്റെ ലാഭം എന്താ? ലാഭോ? എനിക്കൊന്ന് ലാഭം. ഗഗന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനവിടെ താലിയിട്ടെ. അതിന് എനിക്കും നിനക്കും പ്രത്യേകിച്ച് എന്താ കാര്യം? അച്ഛന് കാര്യമില്ലായിരിക്കും, പക്ഷെ എനിക്ക് കാര്യമുണ്ട്. ഗഗനെ പോലൊരു ചതിയന് ഞാൻ ദേവു ചേച്ചിയെ വിട്ടുകൊടുക്കില്ല. എടാ ചെറുക്ക, നീ പോയി വേണ്ടാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട.
ഇടാ ഗഗനോടും ടീമിനോടും നിന്നെ കൊണ്ട് മുട്ടി നിൽക്കാൻ പറ്റില്ല. അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക് മോനെ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോണ്ട.